ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രീൻ ഗ്ലോബൽ ചാനലാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ചിങ്ങമാസം മുതൽ എല്ലാവരും ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരിക, ഞങ്ങളെ വിവിധ വിഷയങ്ങൾ അറിയിക്കുക, പ്രശ്നങ്ങൾ അറിയിക്കുക. ഞങ്ങളെല്ലാവരുടെ പ്രശ്നങ്ങളും ഈ ചാനൽ വഴി പൊതുജനങ്ങളിലെത്തിക്കുകയും പരിഹാരം തേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ DA കൊടുത്തു 3%. അപ്പോഴും ഞങ്ങൾ ചോദിച്ചൊരു അടിസ്ഥാന ചോദ്യം ഇവിടെ നിൽപ്പുണ്ട്. കേരളത്തിൽ സർക്കാർ സേവനം അനാകർഷകമാകുകയാണോ, അതല്ലെങ്കിൽ ആകർഷകമല്ലാതെയായി മാറുകയാണോ, അനാകർഷകമാകുകയാണോ, ആകർഷകമല്ലാത്ത രീതിയിലേക്ക് മാറുകയാണോ? കാരണം ആഗോളവൽക്കരണം വന്നതിന് ശേഷം വലിയ തോതിലാണ് കേരളത്തിൽ കരാർ നിയമനങ്ങൾ നടക്കുന്നത്. കരാർ നിയമനം നടത്തിയാലുള്ള ഗുണം, ഒന്ന് പ്രോജക്റ്റുകൾ വരുന്നു. കുടുംബശ്രീ, NRHM, അത് NHM ആയി, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അത് നാഷണൽ ഹെൽത്ത് മിഷനായി, തൊഴിലുറപ്പ് പോലുള്ള സ്കീമുകളും കോൺട്രാക്റ്റുകളുമായി മാറുകയാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ PF കൊടുക്കേണ്ട, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നില്ല. പിന്നെ ലീവ് സറണ്ടർ പോലുള്ള കാര്യങ്ങളില്ല. ഒരുപാട് ആനുകൂല്യം, പിന്നെ പെൻഷൻ കൊടുക്കേണ്ട, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കരാർ ജീവനം വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമായി വരുന്നു. രണ്ടാമത് പങ്കാളിത്ത പെൻഷൻ ഒരു വലിയ വിഷയമായി വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇനി തുടരാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത്. മൂന്നാമത് ലീവ് സറണ്ടർ പോലുള്ളത് ഇനി കൊടുക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് തന്നെ ആവശ്യമില്ല, കാരണം അത് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് അത് പോകുന്നു. അതുപോലെ തന്നെ DA ഇനി എത്ര കാലം ഉണ്ടാകും നമുക്കറിയില്ല. എല്ലാ വകുപ്പുകളിലെയും കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ആ പദമാണ് കറക്റ്റ്, ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ഔട്ട്സോഴ്സ് ചെയ്ത് ഇപ്പോൾ PWD നന്നായി ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞു. KWA എന്നയോ ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞു. പ്രൈവറ്റൈസ് ചെയ്യുന്നു. ഇപ്പോൾ ADBയുടെ പ്രോജക്റ്റുകൾ കൊച്ചിയിൽ കുടിവെള്ള പദ്ധതിയിൽ വരുന്നത് മുഴുവൻ പ്രൈവറ്റ് ഏജൻസികളാണ് നടത്താൻ പോകുന്നത്. അതുപോലെ സുയസ് പോലുള്ള കമ്പനികളാണ് നടത്താൻ പോകുന്നത്. അങ്ങനെ ഓരോ കാര്യത്തിലും, ഏത് കാര്യമെടുത്താലും അതിലെല്ലാം ഒന്നുകിൽ സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കരാർ ജീവനത്തിലേക്ക് പോകുന്നു. ആളുകൾക്ക് നല്ല ശമ്പളം കൊടുത്ത് വളരെ ചെറിയ പ്രായത്തിൽ അവരുടെ എല്ലാ ഊർജ്ജവും ഊറ്റിയെടുത്തൊരു ടെക്നോ പാർക്ക് മോഡൽ, അല്ലെങ്കിൽ ഒരു IT കമ്പനി, അമേരിക്കയിൽ IT കമ്പനി മോഡലിലുള്ള ചില രീതികളാണ് ഇപ്പോൾ സർക്കാർ ജീവനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ആരെയും പോസ്റ്റിംഗ് നടക്കുന്നില്ല. PSC ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും വലുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നെങ്കിലും അത് എത്ര പേരെയാണ് PSC ഒരു വർഷം അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. അപ്പോൾ PSCയുടെ കാര്യമുണ്ട്. എല്ലായിടത്തും ബാക്ക് ഡോർ വഴിയും ഫ്രണ്ട് ഡോർ വഴിയും പല രൂപത്തിൽ ആളുകളെ കുത്തി നിറയ്ക്കുന്നു, കരാറുകാരെ നിറയ്ക്കുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. എന്തായാലും കേരള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സേവന വേതന വ്യവസ്ഥകൾ ആകർഷകമായ നിലയിൽ ഇനി എന്ന് തിരിച്ചു വരും? അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓരോ ദിവസം കഴിയുന്തോറും സർക്കാർ സംവിധാനത്തിലേക്ക് പോകുന്നതിനേക്കാൾ മെച്ചം സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നതാണ്. ജോലി സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും സർക്കാരിലൊരു പെൻഷൻ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനായി പലരും എടുക്കുന്നത്. പക്ഷേ പെൻഷനും നിൽക്കുന്ന കാലത്തിലേക്കാണ്. കോമൺ പെൻഷനിലേക്ക്, വൺ മാൻ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നുള്ള രീതിയിലേക്ക് രാജ്യം മാറുകയാണ്. അങ്ങനെയൊക്കെ പോയാൽ തീർച്ചയായിട്ടും സർക്കാർ ജോലി വളരെ വലിയ ഒരു പ്രതിസന്ധിയായി തന്നെ വരും. അതിലേക്ക് ആകർഷകമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും സേവന വേതന വ്യവസ്ഥകൾ ഇനി എത്ര കാലം മനോഹരമായി തുടരും എന്നുള്ള ചോദ്യമാണ് വളരെ മുന്നേ ഞങ്ങൾ പൊതുജന സമക്ഷം വയ്ക്കുന്നത്. ഇവിടുത്തെ സർവീസ് സംഘടനകളും ഇവിടുത്തെ യൂണിയനുകളും അസോസിയേഷനുകളുമെല്ലാം ഇത് ഗൗരവമായി ചർച്ചയ്ക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ മലയാളി ന്യൂസ്. കാരണം ഇത് ഒരു ദിവസമായിട്ടുള്ളൂ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ചില നാക്കുപഴ വരും. നമ്മുടെ പ്രേക്ഷകർ അത് സഹിക്കണം. ഗ്ലോബൽ മലയാളി ന്യൂസ്, അത് തമാശയായിട്ട് എടുത്താൽ മതി. ന്യൂസ് ഈ വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് നമുക്ക് കേരളത്തിലെ സിവിൽ സർവീസ് രംഗം എങ്ങനെ നമുക്ക് മനോഹരമാക്കാം, എഫിഷ്യൻ്റ് ആക്കാം, സേവന വേതന വ്യവസ്ഥകളിലൂടെ ഏറ്റവും ആകർഷകമാക്കി മാറ്റുന്നതെങ്ങനെ.